ADM നമ്പീബാബുവിന്റെ കേസിൽ രണ്ട് കാര്യങ്ങളിലെ കൃത്യതയില്ലായിരുന്നു. ഒന്ന്, പ്രശാന്ത് എന്നൊരാള് കൈക്കൂലി വാങ്ങിച്ചു ADM എന്നുള്ളൊരു വ്യാജ പരാതി മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്തുവെന്ന്, അത് ADM മരിച്ച ശേഷമാണ് ആ പരാതി അവിടെ ചെന്നെന്നും മുൻ ഡേറ്റ് ഇട്ടാണ് കൊടുത്തതെന്നും അത് AKG സെന്ററിൽ നിന്ന് എഴുതി കൊടുത്തതാണ് എന്നും നമ്മൾ കേട്ടിരുന്നു. അതിനകത്തുള്ള ഒപ്പ് വ്യാജ ഒപ്പായിരുന്നു എന്നും കേട്ടു. ആ പ്രശാന്ത് എന്ന് പറഞ്ഞ വ്യക്തി നേരത്തെ അവിടുത്തെ 40 സെന്റ് സ്ഥലം പള്ളിക്കാരുമായി ഒരു എഗ്രിമെന്റ് പെട്രോൾ പമ്പ് തുടങ്ങാൻ വെച്ചതിനകത്തെ ഒപ്പും മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ പരാതി ഒപ്പും രണ്ടും രണ്ടാണ്. രണ്ട് വ്യത്യസ്തമായ ഒപ്പായിരുന്നു. ഈ രണ്ടു ഒപ്പും തൻ്റെതാണെന്ന് മൊഴി കൊടുക്കുകയും ചാനലിൽ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. കേരളത്തിലെ ഇതുപോലെയുള്ള മൊഴികൾ സ്വീകരിക്കാനായിട്ട് പോലീസിന് എങ്ങനെയാണ് കഴിയുന്നത്? വ്യാജ ഒപ്പിട്ടാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടൊപ്പും തൻ്റെതാണെന്ന് പറയുന്ന ഒരാൾ ഫ്രോഡാണെന്ന് അറിയാമല്ലോ, 420 വെച്ച് അറസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. എന്തുകൊണ്ട് പോലീസ് അത് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ പ്രശാന്തന്റെ പരാതി വ്യാജമാണെന്ന് തുടക്കത്തിൽ തന്നെ ഏഷ്യാനെറ്റിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിന്റെ ഒപ്പും വ്യത്യസ്തമാണെന്നും അവരും പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റൊരു കാര്യം, ADMന്റെ ഭാര്യ മഞ്ജുഷ അവിടുത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ണൂരിലെ ഈ കേസിന്റെ പ്രോസിക്യൂഷൻ എവിഡൻസുകൾ അവിടെ പ്രിസർവ് ചെയ്യണം, അത് പ്രോസിക്യൂഷൻ അവിടെ തന്നിരിക്കുന്ന മെറ്റീരിയൽ ഓബ്ജക്റ്റുകളെല്ലാം കോടതി തന്നെ ഉണ്ടാകണം, അത് കോടതി സംരക്ഷിക്കണമെന്ന് പറഞ്ഞൊരു അപേക്ഷ ഇട്ടിരുന്നു. അത് കോടതി ഇപ്പം അപേക്ഷ അത് തീർപ്പാക്കി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ ഓബ്ജക്റ്റ് തന്നതെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഇനി നൽകുന്നതും ഇവിടെ സൂക്ഷിക്കാം, അവിടെ സംരക്ഷിച്ചോളാം എന്ന് അതിന്റെ പ്രോസിക്യൂട്ടർ കോടതി പറഞ്ഞെന്ന് പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന KNA ഖാദർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി നവീൻ ബാബു മരിക്കുന്നതിന് മുമ്പ് ലഭിച്ചിരുന്നോ എന്നുള്ള ചോദ്യത്തിന് അതിന്റെ കാലാവധി പറയാത്തത് കൊണ്ട് അത് അന്ന് തള്ളിയിരുന്നു. രണ്ടാമത് കൊടുത്ത ആ പരാതിയിലെ മറുപടി കൊടുത്തിരിക്കുന്നു, അങ്ങനെ ഒരു പരാതി ഇവിടെ ലഭിച്ചിട്ടില്ല. ഏതായാലും തുടക്കം മുതലേ നവീൻ ബാബുവിന്റെ മരണത്തിലെ അദ്ദേഹത്തിനെതിരായിട്ട് ഉണ്ടായ ഒരു പരാതിക്കാരൻ, അദ്ദേഹം ഉണ്ടാക്കിയ പരാതി പ്രശാന്തിന്റെ ആണെന്ന് അന്ന് പോലെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിൽ വ്യക്തത വന്നിരിക്കുന്നു. പ്രശാന്ത് അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല, അങ്ങനെ വ്യാജൊപ്പ് നൽകി ആരുടെയും പരാതി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളെല്ലാം ഇപ്പോൾ ലഭിച്ച് പുറത്തു വന്നിരിക്കുന്നു. അതുപോലെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ എല്ലാം കോടതി സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കോടതി സംരക്ഷിക്കുന്നത് പോലീസ് കൊടുത്തെങ്കിൽ മാത്രമേ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ആ കൊടുത്തിരിക്കുന്നതെല്ലാം കോടതി സംരക്ഷണത്തിൽ ഉണ്ടാവും. അതേസമയത്ത് കൊടുക്കാതിരുന്നതും നഷ്ടപ്പെടുത്തിയതും ഇനി കോടതിയിൽ ഉണ്ടാവില്ല, അത് CBIക്ക് കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തമായ ഒരു അഭിപ്രായം. അതാണ്. അതുപോലെ തന്നെ ഈ കേസിൻ്റെ അകത്ത് ഇതൊരു മർഡർ ആണോ അല്ലെങ്കിൽ ഇത് സൂയിസൈഡ് ആണോ എന്ന് ഉള്ള കാര്യത്തിൽ കുറേയധികം വ്യത്യസ്തമായ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റെക്കോർഡ് ചെയ്യാതെ പോയതുമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഫോറൻസിക് ഡോക്ടർമാർ രണ്ടുപേരുടെയും അവരുടെ ഫോറൻസിക് റിപ്പോർട്ടിനകത്ത് അല്പം കൃത്രിമത്വം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും പാവപ്പഴ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രതിസ്ഥാനത്തേക്ക് അവരും വരും എന്നാണ് ഞാൻ കാണുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ കേസിന്റെ ഇതുവരെയുള്ള നീക്കങ്ങൾ. ഇതിനകത്ത് കോടതി ചിലപ്പം അടുത്ത ദിവസം തന്നെ തിങ്കളാഴ്ച ഇത് CBIക്ക് കൊടുക്കണോ ഇല്ലയോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും. പക്ഷെ അതിനു മുമ്പ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്തത്. അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം മഞ്ജുഷയുടെ വക്കീൽ കോടതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് തന്നെ വ്യത്യസ്തമായ പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം ഇതൊരു സൂയിസൈഡ് ആണെങ്കിൽ സലൈവ വായിക്കൂടെ അല്ലെങ്കിൽ വായുടെ സൈഡിൽ കൂടെ ഒഴുകിയിരിക്കണം. ആ ഒരു കാര്യമായി ഇവിടെ പറഞ്ഞിട്ടില്ല ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അതുപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വിസ്റ സാധാരണഗതിയിൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് ഡോക്ടർ ആണെങ്കിൽ കൃത്യമായി വിസ്റയെ പറ്റി എടുത്തെന്നും അത് കെമിക്കൽ എക്സാമിനർ ലാബിൽ അയച്ചെന്നും അതിനകത്ത് പറയേണ്ടതാണ്. ആ കാര്യവും ഇതിനകത്ത് ഒമിറ്റ് ചെയ്തിരിക്കുന്നു. അത് മനഃപൂർവ്വമാണോ? ആ വിസ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മരണത്തിന് മുമ്പ് ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വിഷാംശം ചെന്നിട്ടുണ്ടെങ്കിൽ അത് ലിവറിനകത്തും അതുമായിട്ട് അനുബന്ധിച്ചുള്ള ബ്ലഡ് ക്ലോട്ട് ബ്രെയിനകത്തും ഉണ്ടാകണം. ആ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിനകത്ത് ഡോക്ടർമാർ രണ്ടുപേരുടെയും റോള് സംശയകരമാണ്. അതുകൊണ്ട് ആ കാര്യം ഇനി അടുത്ത അന്വേഷണ ഏജൻസി തീർച്ചയായിട്ടും പരിശോധിക്കും എന്ന് ഞാൻ കരുതുന്നു.